മത്സരങ്ങൾ തോറ്റിട്ടുള്ള പഞ്ചാബ് ഇന്നലെ 7 വിക്കറ്റിന് ലക്നൌവിനെ തകർത്ത് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ള ലക്നൌ 72 റൺസ് എടുത്ത ജോഷ് ഇംഗ്ലീഷ് 44 ബോളിൽ, 2 റൺസ് എടുത്ത നിക്കലസ് പുരൻ ആൻഡ് കുൽക്കർണി പൂജ്യത്തിന് ഔട്ടായി. ദെൻ 22 ബോളിൽ 26 എടുത്ത നമ്മുടെ ഋഷഭ് പന്ത്, ദെൻ 18 ബോളിൽ 40 റൺസ് എടുത്ത ആയുഷ് ബദൂനി, ദെൻ 37 റൺസ് എടുത്ത അബ്ദുൾ സമദ്. 196 റൺസാണ് എടുത്തത് 6 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവേഴ്സിൽ. തുടർന്ന് ചേസ് ചെയ്തിട്ടുള്ള പഞ്ചാബ് പ്രയാൻഷു ആര്യനെ 0 നഷ്ടപ്പെട്ടു. ദെൻ 18 റൺസ് എടുത്ത കൂപ്പ കനോലിനെ ഔട്ടായി. അതിനുശേഷം പ്രാപ് സിമ്രാനും ക്യാപ്റ്റൻ അയ്യരും ശ്രേയസ് അയ്യരും ചേർന്നിട്ടുള്ള മനോഹരമായ കൂട്ടുകെട്ട് നോക്കൂ. 39 ബോളിൽ 69 റൺസ് എടുത്തിട്ടുള്ള നമ്മുടെ പ്രാപ് സിമ്രാൻ സിംഗ്, ദെൻ 51 ബോളിൽ 101 റൺ അടിച്ചിട്ടുള്ള അയ്യർ. അവർ 18 ഓവറിൽ 200 റൺ 3 വിക്കറ്റിന് അടിച്ചിട്ട് കളി ജയിച്ചു. നോക്കൂ, ഇനി ഇപ്പോൾ അവർക്ക് KKR-ഉം ഡൽഹിയും തമ്മിലാണ് ഇന്നത്തെ രണ്ടാമത്തെ മത്സരം. KKR-ന് 13 പോയിന്റേ ഉള്ളൂ. പോയിന്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ 18 പോയിന്റുമായിട്ട് RCB മുന്നിൽ, ദെൻ 18 പോയിന്റുമായിട്ട് GT സെക്കൻഡ്, 18 പോയിന്റുമായിട്ട് നമ്മുടെ SRH തേർഡ്, ദെൻ ഇപ്പോൾ 15 പോയിന്റുമായിട്ട് നമ്മുടെ പഞ്ചാബ് 4ാം സ്ഥാനത്താണ്, 14 പോയിന്റുമായിട്ട് RR 5ാം സ്ഥാനത്തുണ്ട്, ദെൻ 6ാം സ്ഥാനത്ത് KKR 13 പോയിന്റായിട്ട്. ഇനി KKR-ന്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ KKR-ന് ഡൽഹിയെ തോൽപ്പിക്കുകയാണെങ്കിൽ ഈ പഞ്ചാബിന്റെ റൺ റേറ്റിനെ മറികടക്കണം. സപ്പോസ് 200 റൺസാണ് പഞ്ചാബ് KKR ഫസ്റ്റ് ബാറ്റ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ 77 റൺസിന് ഡൽഹിയെ തോൽപ്പിക്കണം. സപ്പോസ് ഇവർ ചേസ് ചെയ്യുകയാണെങ്കിൽ 200 റൺസ് ഡൽഹി എടുത്തു കഴിഞ്ഞാൽ അത് 12 പോയിന്റ് ഒരു ഓവറിൽ അത് ചേസ് ചെയ്താൽ മാത്രമേ പഞ്ചാബിന്റെ റൺ റേറ്റിനെ മറികടന്ന് KKR-ന് കയറാൻ പറ്റൂ. പക്ഷേ ഇന്ന് നടക്കുന്ന ഒന്നാമത്തെ മാച്ച് RR ജയിക്കുകയാണെങ്കിൽ ഈ രണ്ടിനും ഒരു പ്രസക്തിയില്ല.